ഈ ജന്തർ മന്ദർ സ്ഥാപിക്കുന്നതിനു മുമ്പ് ജയ്പൂരിലെ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ തന്നെ ഒരു ജന്തർ മന്ദർ ഇതേ മാതൃകയിൽ സ്ഥാപിച്ചിരുന്നു. അത് ഒന്ന് മറ്റൊന്നിനെ അനുകരിച്ചു. എന്നാൽ കാണാൻ പോകുന്നത് അനുകരിക്കാനാകാത്ത കലാവിരുന്ന്. സംസാരിക്കാനാകാത്തവരും കേൾവിശക്തിയില്ലാത്തവരുമാണ് ഈ കലാവിരുന്ന് പ്രകടിപ്പിക്കുന്നതെന്ന് കൂടി അറിയുക. പാർലമെന്റ് PO പിൻ 543 M ഉണ്ണികൃഷ്ണൻ അക്കാര്യം നിങ്ങളോട് പറയുന്നു. കാഴ്ചയുടെ അത്ഭുതങ്ങളുമായാണ് ഈ കലാകാരന്മാർ വൻമതിൽ കടന്നെത്തിയത്. എത്ര ദ്രുതഗതിയിലും പിഴക്കാത്ത ചുവടുകൾ, താളപ്പെരുക്കത്തിലും ഈണം തെറ്റാത്ത ചുണ്ടുകൾ, പൊരുത്തക്കേടുകളില്ലാത്ത ഈ അരങ്ങിന് പിന്നിൽ ഇവർ നിശബ്ദതയുടെയും ഇരുട്ടിൻ്റെയും കൂട്ടുകാരാണ്. അത്ഭുതങ്ങളുടെ നാട്ടിൽ നിന്നും കലാവിസ്മയവുമായി എത്തിയ ചൈന ഡിസേബിൾഡ് പീപ്പിൾ പെർഫോമിംഗ് ട്രൂപ്പ്. കേൾവിശക്തിയും കാഴ്ചശക്തിയുമില്ലാത്തപ്പോഴും തികഞ്ഞ ഏകാഗ്രതയോടെ നൃത്തത്തിലും സംഗീതത്തിലും ജീവിതം തേടുന്നവരുടെ ചൈനീസ് കലാസംഘം. നിമിഷാർദ്ധത്തിൽ വിരിയുകയും കൊഴിയുകയും ചെയ്യുന്ന ശരീരചലനങ്ങൾ കൊണ്ട് ഇവരാരും വൈകല്യത്തെപ്പറ്റി സംസാരിക്കില്ല. വൈകല്യങ്ങളെ വെല്ലുന്ന മനഃശക്തിയുമായാണ് ട്രൂപ്പിലെ 100 കലാകാരന്മാരും അവരുടെ പരിശീലകരും ചുവടുവയ്ക്കുന്നത്. പരമ്പരാഗത നൃത്തവും സംഗീതവുമായി ലോകം കീഴടക്കിയ ഇവരുടെ സമ്മാനമായി ദില്ലിക്ക് 3 മണിക്കൂർ. 180 രാജ്യങ്ങൾ സ്വപ്നം പോലെ കണ്ട കലാവതരണത്തിന് പേര് മൈ ഡ്രീം. അത്ഭുതങ്ങൾ 1000 കൈകൾ വിടർത്തുന്ന ബോധിസത്വ നൃത്തമാണ് ആദ്യം. താളത്തിനൊത്തു പോകുന്ന സംഘചലനങ്ങൾ. പക്ഷേ താളം തെറ്റാത്ത ഈ കാഴ്ചയൊരുക്കുന്ന 21 പേർക്കും കേൾവിശക്തിയില്ല. അന്ധതയെ മറന്നു പാടുന്ന യാങ് ഹെയ്താവോയുടെ സംഗീതം. പല ഭാഷകളിൽ ഇടറാതെ പാടുന്ന ഹെയ്താവോയുടെ വക ഇന്ത്യക്കൊരു സമ്മാനം. വന്ദേ മാതരം. പാട്ടുതീരും മുമ്പേ നിലയ്ക്കാത്ത കരഘോഷം. കാഴ്ചയില്ലാത്തവർ വസന്തം കാണുന്നതിൻ്റെ പ്രതീതിയുമായി അന്ധനർത്തകരുടെ അളന്നു മുറിച്ച ചുവടുകൾ. ഡിസേബിൾ തിയേറ്ററിന്റെ അധ്യക്ഷയായ തായ് ലിഹുവയുടെ മയൂര നൃത്തത്തിന് മെയ്വഴക്കത്തിന്റെ പൂർണ്ണത. കാഴ്ചയില്ലാത്ത കലാകാരന്മാർ ശബ്ദമേളങ്ങൾക്കൊപ്പം ഒരുക്കുന്ന ഈണമേളയാണ് ട്രൂപ്പിന്റെ മറ്റൊരു ആകർഷണം. എന്റെ സ്വപ്നത്തിൽ സ്വപ്നസമാനമായ ചിറകടികളുമായി പൂമ്പാറ്റകളാകുന്ന നർത്തകർ. പ്രണയകാവ്യത്തിനൊപ്പം തായ് ലിഹുവയും സാവോ ലിയാങ്ങും ചിറകുവിടർത്തുന്നു. ഇരുകൈകളുമില്ലാത്ത യുവാന്റെ ഗ്രാമീണ നൃത്ത ചുവടുകൾ. ആസ്വാദകരെ വിസ്മയിപ്പിക്കുന്ന ഈ ചുവടുകൾ രൂപപ്പെട്ടതിന് പിന്നിലും ഒരു ചൈനീസ് കഥയുണ്ട്. 10-25 വർഷം മുമ്പ് ചൈനയിലെ കലാമാമാങ്കമായ ചൈനീസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ശാരീരിക വൈകല്യത്തെ തോൽപ്പിച്ച 30 കലാകാരന്മാർ. അന്ന് നിറഞ്ഞ കയ്യടികളും സ്നേഹവും സമ്മാനമായി കിട്ടിയ അവരാണ് ഡിസേബിൾഡ് പീപ്പിൾ തിയേറ്റേഴ്സിന്റെ സ്ഥാപകർ. 6 കോടിയോളം ശാരീരിക വൈകല്യമുള്ളവരുടെ നാടായ ചൈനയിൽ നിന്നും
പിന്നെയും കലാസംഘത്തിലേക്ക് ആൾക്കാരെത്തി. അങ്ങനെ 2002 മുതലാണ് മൈ ഡ്രീം എന്ന നൃത്ത സംഗീതാവതരണം ആരംഭിച്ചതെന്ന് ട്രൂപ്പിന്റെ മുഖ്യ സംഘാടക വാങ് യു പറയുന്നു. This show names My Dream. Everybody has dream. The dream is a hope to create the progress. The society has a dream, so they has hope. പിന്നാലെ ചൈനീസ് സർക്കാരിന്റെയും യുനെസ്കോയുടെയും സാമ്പത്തിക സഹായങ്ങൾ തേടിയെത്തി. ലോകസമാധാനത്തിന്റെ സന്ദേശവാഹകരാകാനുള്ള അവസരങ്ങളും ബെയ്ജിംഗ് പാരാ ഒളിമ്പിക്സ് ഉൾപ്പെടെ ലോകം കീഴടക്കിയ കലായാത്രകൾ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അഭിനന്ദനങ്ങൾ. ഇന്ത്യയിലെ നിറഞ്ഞ സ്വീകരണത്തിന് നന്ദി പറയുകയാണ് നർത്തകി ചെങ് ചെങ്. Indian people are very pure and honest, and they welcome our very much, and we like India very much. ശ്രവണശക്തിയില്ലാതെ താളത്തിനൊപ്പം ഇവർ ചുവടുവയ്ക്കുന്നത് വർഷങ്ങളുടെ ശ്രമഫലമായാണ്. ഇടുങ്ങിയ ചുവരുകൾക്കിടയിലൂടെ നടന്നും മനസ്സിൽ കുറിച്ചിട്ട താളത്തിനൊപ്പം പാടിയുമാണ് പരിശീലനം. And the teacher will tell us the rhythm of the dance, and we try to recite the rhythms in our minds. After hundreds of rehearsals, we can show the dance in the stage. ഇതിനകം 2000-ഓളം വേദികളിൽ അവതരിപ്പിച്ച മൈ ഡ്രീമിന്റെ വരുമാനവും ശാരീരിക വൈകല്യമുള്ളവരുടെ പുനരധിവാസത്തിന് തന്നെയാണ് ഉപയോഗിച്ചതെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഇരുട്ടിലൂടെയും മൗനത്തിലൂടെയും അവർ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു.